ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകൾക്കുള്ള 20% നികുതി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചു. ഇറാനെതിരെ യുഎസിന്റെ സൈന്യം ശക്തമായ വ്യോമാക്രമണം തുടരുകയാണ്. ഇതിനെതിരെ പ്രത്യാക്രമണം നടത്തി ഇറാൻ. കൂടാതെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ലക്ഷ്യമിട്ട് ഇറാൻ പാർലമെന്റിൽ പുതിയ ബില്ലും അവതരിപ്പിച്ചു. ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകളിൽ നിന്ന് 20% റീഇംബേഴ്സ്മെന്റ് ഫീസ് ഈടാക്കുമെന്ന മുൻ പ്രഖ്യാപനം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചതോടെ മേഖലയിൽ പുതിയ നയതന്ത്ര നീക്കങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. ട്രൂത്ത് സോഷ്യലിലൂടെ പുറത്തുവിട്ട ഈ നയമാറ്റ പ്രകാരം നികുതി ഈടാക്കുന്നതിന് പകരമായി ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയിൽ നടത്തുന്ന വ്യാപാര നിക്ഷേപ കരാറുകൾ നടപ്പിലാക്കാനാണ് US ലക്ഷ്യമിടുന്നത്. ഇറാനുമായി ബന്ധപ്പെട്ട കപ്പലുകൾ ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങൾക്കുമായി ഹോർമുസ് തുറന്നുകൊടുക്കുമെന്ന് വ്യക്തമാക്കിയ ട്രംപ് ഇറാന്റെ തുറമുഖങ്ങൾക്ക് മേൽ ഉപരോധം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ആണവ നിലയമുള്ള ബുഷേർ തുറമുഖ നഗരത്തിന് പുറമെ ജാസ്ക, അബു മുസ, ഖത്തർ അബ്ബാസ്, മഷ്കർ തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിലെ റഡാറുകളും സമുദ്ര പ്രതിരോധ താവളങ്ങളും തകർത്തുകൊണ്ട് US സെൻട്രൽ കമാൻഡ് അതിശക്തമായ വ്യോമാക്രമണം തുടരുകയാണ്. ഇറാനിലെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർക്കും വരെ ആക്രമണം തുടരുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ മേഖലയിൽ ഇറാന്റെ വൻ തിരിച്ചടി. ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പ്രത്യാക്രമണം നടത്തി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും കപ്പലുകളിൽ നിന്ന് ഫീസ് ഈടാക്കാനുമുള്ള തന്ത്രപ്രധാന ബില്ലുമായി ഇറാൻ പാർലമെന്റ്. സുരക്ഷാ സമിതി മേധാവി ഇബ്രാഹിം അസീസിയുടെ നേതൃത്വത്തിലാണ് പുതിയ നീക്കം. ജലപാതയുടെ കാവൽക്കാരായി ഇറാൻ തുടരുമെന്നും അമേരിക്കയുമായി സഹകരിക്കുന്ന അറബ് രാജ്യങ്ങൾക്കെതിരെ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.